നമസ്കാരം സുഹൃത്തുക്കൾ. അതായത് നമ്മൾ എത്തിയിരിക്കുന്നത് ജബലുൽ ഹഫീദ് പാർക്കിലാണ്. എങ്ങനെയുണ്ടല്ലേ ആ സംഭവങ്ങൾ? ഇവിടെ കുതിരകളൊക്കെ ഉണ്ട്. കുറെ കുതിരകളെ ഒട്ടകങ്ങളെയൊക്കെ നമുക്ക് ഇവിടെ കാണാനും വേണ്ടി പറ്റുന്നുണ്ട്. അന്നേരം എന്തായാലും നമ്മൾ കുതിരകളുടെ ഒട്ടകത്തിന്റെ മുകളിലൊന്ന് കയറി നോക്കാനും വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അളിയൻ കൊച്ചായതുകൊണ്ട് അളിയന് കൊച്ചു കുതിരയാണ് കിട്ടിയിരിക്കുന്നത്. അവിടെ നിന്നോ ആ കയറി കാലും അങ്ങോട്ട് വെക്ക്. ഓക്കെ. പിടിച്ചു വന്നിട്ട് അതിനകത്ത് പിടിച്ചോ, പേടിയൊന്നും ഇല്ലല്ലോ, നല്ലപോലെ പിടിച്ചോണേ. ഓക്കെ, അടിപൊളി. അങ്ങനെ കുതിരപ്പുറത്ത് അളിയനിങ്ങനെ വന്നോണ്ടിരിക്കുക. എങ്ങനെയുണ്ട് അളിയാ കുതിരപ്പുറത്ത്? ഇതിനെ വാങ്ങിച്ചോട്ട് പോന്നോ? 100 ദിവസം കൊടുക്കാമെങ്കിൽ കിട്ടും. അളിയൻ അങ്ങനെ കുതിര ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. അന്നേരം നമ്മളെ സുന്ദര അളിയൻ കുതിരപ്പുറത്ത് ഇങ്ങനെ പോവുകയാണ്. അതിനുശേഷം അവിടുന്ന് യൂട്യൂൺ അടിച്ചിട്ടാണ് അളിയൻ വരാൻ പോകുന്നത്. അളിയന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷകരമായി അളിയൻ്റെ കുതിരപ്പുറത്തുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അളിയന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അളിയനെ അതിലേക്കിടൊക്കെ കൊണ്ടുവന്ന് കറക്കുവാണ്. അളിയൻ ഒത്തിരി ദൂരമാണ് കൊണ്ടുപോകുന്നത്. അളിയോ എങ്ങനെയുണ്ട് കുതിര? സൂപ്പർ കുതിരയാണോ? നമുക്ക് വാങ്ങിക്കാൻ തരാം. ഉറപ്പിച്ച് പുല്ലൊക്കെ പറിച്ചു കൊടുക്കണം. അളിയൻ സ്വന്തമായിട്ട് പിടിച്ചിങ്ങനെ ഇറങ്ങുവാണ്. സ്വന്തമായിട്ട് അളിയൻ ഇങ്ങനെ പിടിച്ചിറങ്ങി. ഇങ്ങനെ ഉണ്ടായിരുന്നു അളിയ? സൂപ്പർ ആയിരുന്നു. അതോ വലിയ കുതിര വേണോ ഇനി? വലിയ കുതിര വേണോ? അന്നേരം അളിയന് വലിയ കുതിര വേണോന്നാണ് പറയുന്നത്. കൊച്ചു കുതിര നമ്മൾ വാങ്ങിക്കാൻ പോവാ. അതോ ഓട്ടത്തിന് വേണോ? ഏതാ അളിയന് ഇഷ്ടമുള്ളത്? കുതിര മതി. അളിയന് കുതിരയാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു കുതിരയെ വാങ്ങിച്ചോട്ട് പോകണമെന്ന് അളിയൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? വലിയ കുതിര വേണോ ചെറിയ കുതിര വേണോ വാങ്ങിക്കാൻ? വലുത് വേണമെന്ന് അളിയൻ പറയുന്നത്. കേട്ടോ സുഹൃത്തുക്കൾ, കുറച്ചു നേരം കുതിര സവാരിയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇച്ചിരി നേരം വിശ്രമിക്കാനും വേണ്ടി ഇരിക്കുവായിരുന്നു. എന്ത് കളിയാ, വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുവല്ലേ? വെയില് വെയിൽ വെള്ളമായിരിക്കാനും വേണ്ടി ഇച്ചിരി തണല് കാത്ത് അല്ലേ നമ്മളങ്ങനെ ഈന്തപ്പനകളുടെ മൂട്ടിലാണ് ഇരിക്കുന്നത്. കണ്ടോ, നല്ല ഒന്നാന്തര ഫ്രഷ് ഈന്തപ്പഴം ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. വളരെ സൂപ്പറായിട്ട് ഇരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പിച്ചിയൊക്കെ കഴിക്കാനും വേണ്ടിയൊക്കെ പറ്റും. അണ്ടെന്ന കളിയാ പിടിച്ചോ. അന്നേരം അത്രയ്ക്ക് നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഈന്തപ്പഴം ഇങ്ങനെ താന്ന് ഫ്രഷായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അന്നേരം നമ്മൾ ഈന്തപ്പഴമൊക്കെ പിച്ചി ഈന്തപ്പനയുടെ മൂട്ടിലിരുന്ന് ഇങ്ങനെ തണുപ്പ് കൊള്ളുവാണ് അല്ലേ സുഹൃത്തുക്കളെ? സുഹൃത്തുക്കളെ, അന്നേരം നമ്മൾ ആദ്യ കളി ഇവിടെ ഇരുന്ന് വെള്ളത്തിനകത്തിട്ട് കളിക്കുവാണ്. ഇവിടെ ചെറിയൊരു അരി കണക്കൊരു സെറ്റപ്പ് ഒക്കെ കണ്ടുണ്ടല്ലേ സംഭവം. അന്നേരം ജബലുൽ ഹഫീദിൻ്റെ താഴ്വരയിലാണ് നമ്മൾ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അന്നേരം പണ്ട് ഈ വെള്ളമൊക്കെ കിട്ടാതിരുന്ന കാലഘട്ടത്തിൽ ഈ മലയുടെ ചെരുവിൽ നിന്നും ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വരുമായിരുന്നു. അന്നേരം ആ വെള്ളം ഉള്ളിടത്ത് ആളുകൾ തടിച്ചു കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു അലൈൻ സിറ്റിയൊക്കെ രൂപപ്പെടാൻ വേണ്ടിയുള്ള കാരണം എന്നൊക്കെയാണ് പറയുന്നത്. അന്നേരം ആ വെള്ളം തന്നെയാണോ, മലമുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം തന്നെയാണോ ഇതെന്ന് നമുക്കറിയാൻ വയ്യ. എന്നാലും സംഭവം ഇവിടെ വെള്ളമൊക്കെ ഇപ്പോൾ ഒലിച്ച് വരുന്നുണ്ട്. അന്നേരം കുട്ടികൾക്കൊക്കെ ഇരുന്ന് കളിക്കാനും വേണ്ടി ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനും വേണ്ടി എന്തുകൊണ്ടും പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് അല്ലേ അളിയാ ഈ പാർക്ക്? കറക്റ്റ് അല്ലേ? അളിന് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? എതിരഭിപ്രായം വല്ലതും ഉണ്ടോന്ന്? എന്തൊരു അടിപൊളി. അളിയൻ എപ്പോൾ എന്ത് ചോദിച്ചാലും അടിപൊളി അടിപൊളി എന്നാണ് പറയുന്നത്. കാലിലോട്ട് ശക്തമായി വെള്ളം ഒഴുകുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇപ്പം വെള്ളം അവിടെ കുതിച്ചിങ്ങനെ ഉയരുകയാണ്. അല്ല കുതിച്ച് ഉയരുകയല്ലേ, കുതിച്ചൊഴുകുകയാണ്. കണ്ടോ, ഇഷ്ടം പോലെ വെള്ളം വരുന്നുണ്ട്. കണ്ട ഒരേ കണക്കുള്ള സയാമിസ് ഇരട്ട കണക്കുള്ള 2 പൂച്ചകളെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പം വെള്ളമൊക്കെ ആയി. വേണമെങ്കിൽ ഇവിടെ ഒന്ന് കടന്ന് കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടല്ലേ അളിയാ? പിന്നെ നമ്മുടെ തോർത്തിറക്കാത്തതുകൊണ്ട് നമ്മൾ കുളിക്കുന്നില്ല. ഓടിക്കാൻ പോകട്ടോ. അങ്ങനെ നമ്മളെ ഈവനിങ് പാർക്കിൽ തന്നെ ഉള്ളൊരു ചെറിയൊരു സെറ്റപ്പൊക്കെയാണ്. ഇവിടെ ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ട്രെയിനുണ്ട് റോഡിലൂടെ പോകുന്നത്. അതുകൂടാതെ കൊച്ചു ട്രെയിനും ഉണ്ട്. ഈ കൊച്ചു ട്രെയിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കയറുന്നതിന് ചാർജ് വരുന്നത് വെറും 5.5 ദിർഹംസാണ്. നമ്മളെ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തിനൊക്കെ കയറണമെങ്കിൽ 16 ദിർഹംസാണ് വരുന്നത്. അന്നേരം അളിയൻ ഇങ്ങനെ വയ്യ ഇങ്ങനെ ട്രെയിനൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല ഇവിടെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ നിരങ്ങി കളിക്കുന്ന സംഭവങ്ങൾ, അങ്ങനത്തെ ഉള്ള കുറേ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജബലുൽ ഹഫീദിലെ ഈ പാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു നല്ലൊരു സായാഹ്നം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ അളിയനെ കുറേ നേരം കറക്കിയതിന് ശേഷം ഇനിയിപ്പം ട്രെയിൻ നിൽക്കാറായെന്ന് തോന്നുന്നു. ഒരു അലാറമൊക്കെ കേൾക്കുന്നുണ്ട്. കൊള്ളാം, ചെറിയ പാളങ്ങളും കാര്യങ്ങളും ഒക്കെ ആണ്. പിന്നെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാറായെന്ന് തോന്നുന്നു. സ്പീഡൊക്കെ കുറഞ്ഞു. പയ്യെ
പയ്യെ പയ്യെ സ്പീഡൊക്കെ കുറഞ്ഞ് അളിയൻ്റെ ട്രെയിനിങ് എണ്ണം നിർത്തിയിരിക്കുകയാണ്. അളിയ നേരത്തെ കയറിയ വിമാനമാണോ ഈ ട്രെയിനാണോ സൂപ്പർ? ട്രെയിനാണോ? വിമാനത്തിലൊക്കെ സൂപ്പർ ട്രെയിനാണ്. സുഹൃത്തുക്കളെ, അന്നേരം നമ്മൾ ജബൽ ഹബീത്തിലെ പാർക്കിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്നേരം തിരിച്ച് നേരെ പോകാൻ പോവാണ്. അന്നേരം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.